പല ആഗ്രഹങ്ങളും കൂടെ ഉള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. എല്ലാം ഇട്ടെറിഞ്ഞ് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിട്ടും കാലം കഴിഞ്ഞു പോകുമ്പോൾ എന്തു ചെയ്തു, എന്തു നേടി എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പകച്ചു പോകുന്ന ഒരു പിടി മനുഷ്യർ. മനുഷ്യർക്ക് ചില സമയത്ത് ആവശ്യം ചേർത്ത് പിടിക്കാൻ ഒരാളെയാണ്. ഒന്നും പറയണമെന്നില്ല, ഒരു ഉപദേശവും വേണമെന്നില്ല. ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി എല്ലാം നേരെയാകുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടാകുവാനും മനസ്സൊന്ന് ശാന്തമാകുവാനും. വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താൻ എളുപ്പമാണ്, അതുണങ്ങാനാണ് ഭയങ്കര പ്രയാസം. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ എത്ര മരുന്ന് പുരട്ടിയിട്ടോ നല്ല വാക്ക് പറഞ്ഞിട്ടോ ചിരിച്ചു കാണിച്ചിട്ടോ ഒരു കാര്യവുമില്ല. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, വ്യാപാരമാണ്. ഏറ്റവും വലിയ സന്തോഷങ്ങൾക്കൊന്നും വേണ്ടി കാത്തു നിൽക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിച്ച് മുന്നോട്ടു പോകുക. നിങ്ങൾക്ക് മറികടക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്ത ആ വലിയ മതിലാണ്. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ അത് തകരും. സങ്കടങ്ങൾ വരുമ്പോൾ ഓടിച്ചെല്ലാൻ ഒരിടവും കേൾക്കാൻ ഒരു മനസ്സുമുണ്ടെങ്കിൽ പലർക്കും അതൊരു ആശ്വാസമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ കേട്ടിരിക്കാൻ ഒരാളുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും ആശ്വാസം. തിരിഞ്ഞു നോക്കാൻ നേരമില്ലാത്തവരുടെ മുന്നിലൂടെ തിരിച്ചറിയാത്ത പോലെ നടന്നു നീങ്ങണം. ചിലർ അങ്ങനെയാണ്. അവർക്ക് എപ്പോഴാണോ നമ്മളെ ആവശ്യം അപ്പോൾ മാത്രം നമ്മളെ തിരക്കി വരും. അല്ലെങ്കിൽ അവരെ മാത്രം കാത്തിരിക്കുന്ന വിഡ്ഢികളാണ് നമ്മൾ. മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിൻ്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് മാത്രം നിങ്ങൾ തിരിച്ചറിയാതെ പോയ ചില പൊയ്മുഖങ്ങളുണ്ട്. കാലം തിരിച്ചടി നൽകും വരെ അവർ ആ പൊയ്മുഖം തന്നെ അണിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ സാഹചര്യമോ മനസ്സോ ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരാൾ ഒരു ജന്മം മുഴുവൻ കൂടെ ജീവിച്ചാലും ഒരു പ്രയോജനവും കാണില്ല. കുറേ സങ്കടങ്ങൾ കൂട്ടിനുണ്ടാകുന്നത് മാത്രം മിച്ചം. പ്രകടിപ്പിക്കാത്ത സ്നേഹം, കഴിക്കാത്ത ഭക്ഷണം, ചെലവാക്കാത്ത ധനം ഇവയെല്ലാം ഉപകാരമില്ലാത്തതാണ്. സ്നേഹം, ധനം, ഭക്ഷണം എന്നിവ അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക. നിങ്ങൾക്കത് 10 മടങ്ങായി തിരികെ ലഭിക്കും. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. താങ്ങി നിർത്താൻ കൂടെ ഒരാൾ ഇല്ലെന്ന് തോന്നിയാൽ ഏതൊരു തളർച്ചയിലും സ്വയം ജീവിക്കാൻ പഠിച്ചു തുടങ്ങും ഓരോ മനുഷ്യനും. മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക. ലഭിക്കുന്നതെന്തും സ്വീകരിക്കാൻ തുടങ്ങുക. ജീവിതം മനോഹരമാകും. സ്നേഹിച്ചവർ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ല. സ്നേഹം അഭിനയിച്ചവർക്കേ അതിന് കഴിയൂ.